എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെയധികം പേരുടെ റിക്വസ്റ്റിലുള്ള ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി നെക്ക് ഡിസൈൻ. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പേപ്പർ ക്യാൻവാസ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ മാർക്ക് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ മോൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്നാണ് മാർക്കിങ് തുടങ്ങുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു 3.5 ഇഞ്ച് മാർക്കിങ് താഴത്തേക്ക് മാർക്ക് ചെയ്യുക. അതിനെ ഒരു സ്ട്രെയിറ്റ് ലൈനാക്കി മാറ്റുക. അതിനുശേഷം നമ്മൾ ഇവിടെ നെക്ക് വിഡ്ത്തായിട്ട് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. സെയിം മാർക്കിങ് തന്നെ നമ്മൾ താഴത്തേക്കും ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം നോക്കുക, നമ്മൾ ആ 3.5 ഇഞ്ച് മാർക്കിങ്ങിൽ നിന്ന് ഒരു 3.25 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യുക. അവിടെയും നമ്മൾ ഒരു ലൈൻ മാർക്ക് ചെയ്യാണ്. ഈ ലൈനിൽ ആണ് നമ്മൾ ഈ ഫോട്ടോയിൽ നമുക്ക് കാണാം ഒരു ബട്ടൺസ് ഉള്ളത്. അപ്പോൾ ആ ബട്ടൺസിൻ്റെ വിഡ്ത്താണ് നമ്മൾ അവിടെ ഓപ്പണിംഗ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഈ ബട്ടൺസിൻ്റെ സൈസിലുള്ള ബട്ടണാണ്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് സൈസ് ഇവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി നോക്കുക, നമ്മൾ കോളറിൻ്റെ വിഡ്ത്തായിട്ട് ഇതിൽ വരിക 1 ഇഞ്ചാണ്. അപ്പോൾ ആ 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ താഴത്തേക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ കോളറിൻ്റെ ഷേപ്പ്. അതും കറക്റ്റ് 2 ഭാഗവും 1 ഇഞ്ച് വീതി തന്നെ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് വരച്ചെടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ ടോട്ടൽ ഡെപ്ത്ത് കണക്കാക്കുക. അപ്പോൾ നമ്മളിതിൽ ഒരു 8 ഇഞ്ചാണ് ഇങ്ങനെ ക്രോസ് മാർക്ക് ചെയ്യണത്. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഇതിന് കറക്റ്റായിട്ടൊരു ഷേപ്പ് കൊടുക്കുക. നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന ആ കറക്റ്റ് ഷേപ്പ് കൊടുക്കുക. അതിനുശേഷം ഇതിന് ഔട്ടർ ഷേപ്പ് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് നമുക്ക് കറക്റ്റായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഷോൾഡറിന് മുകളിലേക്കുള്ള ഭാഗം നമുക്ക് ഈ കോളറിൻ്റെ വിഡ്ത്ത് സെയിം വിഡ്ത്ത് തന്നെ ഇവിടെ മുകളിൽ മാർക്ക് ചെയ്ത് വരച്ച് കട്ട് ചെയ്തെടുക്കുന്ന പണിയാണ് ഇതിലുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗം നമുക്ക് വരച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഇനി ഇത് പിൻ ചെയ്ത് അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി ഇത് തുണിയിൽ ഒട്ടിച്ചെടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. 225-ലധികം വീഡിയോ ഉണ്ട്. എല്ലാ വീഡിയോയും നിങ്ങൾ കാണുക. അപ്പോൾ ഇത് നോക്കുക, നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അരികു ഞാൻ കറക്റ്റായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അതിന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇത് നേരെ ഇതിൻ്റെ ബാക്ക് പാനലാണ് ഈ കാണുന്നത്. അപ്പോൾ ബാക്ക് പാനലും ഫ്രണ്ട് പാനലും തമ്മിൽ ചെറിയ കട്ടിങ്ങിലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പാനൽ. ഫ്രണ്ട് പാനലിൻ്റെ നെക്കിൻ്റെ വശം നോക്കുക, നമ്മൾ ഒരു 3 ഇഞ്ചോളം എക്സ്ട്രാ പുറത്തേക്ക് തള്ളിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്.
വെച്ചിട്ട് തയ്ച്ചെടുക്കുക. തയ്ച്ചെടുത്തതിന് ശേഷം ചരട് ഊരിക്കളഞ്ഞ് ഇതിന് അകമ്പുറം മറിക്കുക എന്നുള്ള ഒരു പണിയാണ് ലൂപ്പ് ഉണ്ടാക്കാൻ ഉള്ള പണിയുള്ളൂ. അപ്പോൾ നോക്കുക, സൂചിയിൽ നൂല് പുറത്ത് ഇതുപോലെ എടുക്കുക. എടുത്ത് സൂചി നേരെ ഉള്ളിൽ കൂടെ കയറ്റി നേരെ പിന്നാക്കം എടുത്ത് ഇതുപോലെ പതുക്കെ പതുക്കെ ഇങ്ങോട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ലൂപ്പ് റെഡിയായി കിട്ടും നമുക്ക്. അപ്പോൾ ലൂപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരും ലൂപ്പ് ഉണ്ടാക്കാൻ അറിയാത്തവരും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ വീഡിയോ കാണാൻ മറക്കണ്ട. അപ്പോൾ ആദ്യം തന്നെ നടുക്ക് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം സൈഡിൽ കൂടെ കറക്റ്റായിട്ട് ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ചിങ്ങോ ലൂപ്പിൻ്റെ തലയോ ഒരു കാരണവശാലും പുറത്ത് കാണില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ലൂപ്പ് ഇങ്ങനെ കയറ്റി കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ലൂപ്പ് താഴ്ത്തി വെച്ച് തയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് ബട്ടൺ വെക്കാൻ വേണ്ടി ചെറിയൊരു പീസ് ഇവിടെയും വെക്കണം. കഴിയുമ്പോൾ കണ്ടില്ലേ ലൂപ്പ് കറക്റ്റായിട്ട് പുറത്തേക്ക് വന്നു. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ പിടിപ്പിച്ച ആ ചെറിയൊരു പീസും കറക്റ്റായിട്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ ആ പീസിലാണ് നമ്മൾ ബട്ടൺസ് അറ്റാച്ച് ചെയ്യണത്. അപ്പോൾ നോക്കുക, നമ്മളിത് അയൺ ചെയ്തെടുത്ത ക്ലിയർ ആയിട്ടുള്ള ഫ്രണ്ട് പാനലാണത്. ഇനി നമുക്കിതിൽ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാണ്. അപ്പോൾ നോക്കുക, ഷോൾഡർ ഇതുപോലെ ജോയിൻ ചെയ്യുക. നല്ല വശവും വെച്ച് ഈ ഷോൾഡറിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ കറക്റ്റായിട്ട് 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ ജോയിൻ ചെയ്യുക. ഷോൾഡറും ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഈ കോർണർ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കറക്റ്റായിട്ട്. ഈ കോർണർ നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ബാക്ക് നെക്കിൽ ഇത് കറക്റ്റായിട്ട് തയ്ച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളൂ ഈ കോളർ.
അപ്പം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് നിർത്തിയ ആ കോർണറിൽ നിന്ന് കറക്റ്റായിട്ട് ഇത് വെച്ച് തയ്ച്ചു പോരുക. ഇവിടെ ഈ സെൻറ്റർ എത്തുന്നതിൻ്റെ മുന്നേ നമ്മളിത് നിർത്തണം. കാരണം ഇതിൽ എക്സസ് തുണിയുണ്ട്, അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ എത്തുന്നതിൻ്റെ മുന്നേ ഇത് നിർത്തുക. അപ്പോൾ ഓൾറെഡി നമ്മുടെ കോളർ ജോയിൻ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ സെൻറ്ററിൻ്റെ മുന്നേ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ ഭാഗം കറക്റ്റായിട്ട് ഇതിൽ വെച്ച് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുമ്പ് ഈ എക്സസ് ഉള്ളത് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഈ ഭാഗം നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇതിൻ്റെ പ്രധാന പണികളെല്ലാം തന്നെ കഴിഞ്ഞു. ഇനി നമുക്കിത് മടക്കി ഉള്ളിലേക്ക് വെച്ച് ഒരു തയ്ക്കുന്ന ഒരു പണിയും കൂടിയുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് തയ്ക്കൽ വളരെ ഈസിയാണ്. പിന്നെ കണ്ടില്ലേ, ഇത് കറക്റ്റായിട്ട് നമ്മുടെ ഷോൾഡറും എല്ലാ ഭാഗവും ഇപ്പോൾ കറക്റ്റായിട്ട് ജോയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഈ ഭാഗം കൂട്ടി അടിക്കുന്നത് നോക്കുക. ഇതുപോലെ കോളറിൻ്റെ അത്രയും ഭാഗം നമ്മൾ ബാക്ക് ഷോൾഡറിൻ്റെ ആ സൈഡ് മാത്രമാണ് നമ്മളിതിൽ കൂട്ടി. അപ്പോൾ നമ്മൾ ആദ്യം തയ്ച്ചിട്ടുള്ള ആ തയ്യൽ തുമ്പ് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണം. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ള ഭാഗം ഷോൾഡർ നമ്മൾ ഓൾറെഡി ഇതിൽ ഓവർലോക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് ഇനി തയ്യൽ തുമ്പ് കാണില്ല, ഒന്നും കാണില്ല. ഇനി നോക്കുക, നമ്മൾ ഇതിൽ ഒരു ഫാബ്രിക് ബട്ടൺ കൂടിയും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിനായിട്ടുള്ള ഈ ഭാഗം കഴിഞ്ഞു. അപ്പോൾ ഫാബ്രിക് ബട്ടൺ ഉണ്ടാക്കാൻ അറിയാത്തവർ ഉണ്ടെങ്കിൽ ഇത് ഒന്ന് കാണുക. നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന രീതി ഇതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നോക്കുക, നമ്മളിതിൽ ഫസ്റ്റ് തന്നെ ചെയ്യണത് ഇതാണ്. മുകളിൽ നിന്ന് ഈ ലൈൻ വരച്ച് ഈ ഭാഗം അവിടെ കറക്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഈ കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടുന്ന് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക ആദ്യം തന്നെ. അതിനുശേഷം അതിന് ഇവിടെ നമ്മളൊരു ലൈനാക്കി കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. സെയിം തന്നെ ഇവിടെ താഴെ മാർക്ക് ചെയ്യുക. ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് നമ്മളിങ്ങനെ 3.25 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത അതേ മാർക്കിങ്ങിന് 3.25 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യുക.
ഓക്കെ, ഇനി ഇതിന് ഒരു ലൈനാക്കി മാറ്റുക.